അപ്പോ നിന്നെ ഞാൻ കുറേ ദിവസം കൊണ്ട് ശ്രദ്ധിക്കുന്നുണ്ട്. നീ ആരോടാ ഇത്ര ചാറ്റിങ്? അച്ഛാ എൻ്റെ കൂട്ടുകാരനൊപ്പം സംസാരിക്കായിരുന്നു. അതേതാടാ കൂട്ടുകാരൻ? 1 മണിക്കൂറൊക്കെ സംസാരിക്കാൻ ഇപ്പം എന്താ ഇപ്പം ഇത്ര വിഷയമായിരിക്കണത് 1 മണിക്കൂർ? അച്ഛാ ഞാൻ അദ്ദേഹത്തിനോട് സംസാരിക്കായിരുന്നു. എൻ്റെ ഈ മുഖത്ത് കള്ള ലക്ഷണം കണ്ടാ അറിയാം എന്തോ ചുറ്റിക്കളിയുണ്ട്. അല്ല അത് അച്ഛനെങ്ങനെ മനസ്സിലായി? എടാ നിന്റെ പ്രായം കഴിഞ്ഞില്ല ഞാനിവിടെ വരെ എത്തിയത്, മനസ്സിലാവണ്ട? അച്ഛൻ്റെ കാലത്തിൽ എങ്ങനെയായിരുന്നു? എടാ ഈ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നത് മൊബൈൽ ചാർജർ പോലെയാണ്. കറക്റ്റ് കണക്ഷൻ ആണെങ്കിൽ ഫുൾ ചാർജ് ആവും, മനസ്സിലാവണ്ട അവർക്ക്? പഴയ കാലത്ത് ഞങ്ങളൊക്കെ പ്രേമിക്കുമ്പോണ്ടല്ലോ, കത്തായിരുന്നു ഒരൊറ്റ വഴി. ഒരു എഴുത്തെഴുതി കഴിഞ്ഞാൽ ഒരാഴ്ച പിടിക്കും മറുപടി ഇടാൻ. അപ്പോഴൊക്കെ വിചാരിക്കും അവളുടെ പേനയിലെ മഷി തീർന്നതാവുന്നു, അങ്ങനെ സമാധാനിക്കും. അച്ഛൻ പണ്ട് 5ാം ക്ലാസ്സില് ഒരു കത്ത് കൊടുത്തില്ലേ? അമ്മ കഥ പറഞ്ഞു. അന്ന് ടീച്ചറിന്റെ നല്ല തല്ല് കിട്ടിയില്ലേ? എടാ അത് അച്ഛൻ എഴുതിയ ലെറ്റർ അല്ല, ഏതോ ഒരു തെണ്ടി എനിക്ക് ഇട്ട് വെച്ച പാരയടാ. ഇന്നല്ലെങ്കിൽ നാളെ അവൻ എൻ്റെ കൈ കിട്ടും. അതൊക്കെ പോട്ടെ, ആരാടാ ഈ കക്ഷി? അമ്മയ്ക്കറിയോ ഇതിനെ പറ്റിയല്ലോ? നമ്മുടെ വാസുങ്ങളുടെ മോളാ. ചതിച്ചോ ദൈവമേ! എടാ സർക്കിൾ ഇൻസ്പെക്ടർ വാസുവിന്റെ മോളാണത്. ആ എടാ നിന്റെ മെസ്സേജ് എങ്ങനെ അവൾ അയാളെ കൊണ്ട് കാണിച്ച ഇടി ഉറപ്പാ. അയ്യോ